നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വഴികാട്ടിയും നല്ലൊരു ഗൈഡൻസുമായി അതുപോലെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. പ്രവാസികളായ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ നേരുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പാസ്റ്റിലെ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തെ ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. കുറേയും കൂടി ഊർജ്ജസ്വലവും ശക്തവുമായ ഒരു സാഹചര്യമാവാം, ബന്ധങ്ങളാവാം, നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആ ഒരു ഓർമ്മയിലേക്ക് പോകുന്നു. വളരെ മനോഹരവും പ്രതിജ്ഞാബദ്ധവുമായ ഒരു ബന്ധത്തെയും, അതായത് ഒരു സുരക്ഷിതത്വം ലഭിച്ചിരുന്ന, അതായത് ഒരു സ്ഥിരതയുണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുകയും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലേക്ക് ആ ഒരു സാഹചര്യം, ആ ഒരു വ്യക്തി എത്തിപ്പെടുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തവും സന്തോഷവും നൽകുന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു. അതായത് ആ പാസ്റ്റിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നു. നിങ്ങൾക്ക് വളരെ ശക്തമായ ഒരു കാര്യത്തെയാണ് നിങ്ങൾക്ക് ഇന്ന് ലഭ്യമാകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഇന്ന് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ദിവസത്തെയാണ് കാണിക്കുന്നത്. ചിലപ്പോൾ കൂട്ടുകാരോടൊത്ത് വളരെ മതിമറന്ന് ആഘോഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യങ്ങളുണ്ടാകുന്നു. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആ ഒരു സ്ഥാനം, അതായത് ഒരു നേതൃത്വം, ഒരു കൺട്രോളിംഗ് പവർ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നിങ്ങളോടൊത്തുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യാനും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തോടു കൂടി ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതായിട്ടും വളരെ സന്തോഷവും ഹാപ്പിനെസ്സോടും കൂടിയ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഫാമിലിയോടൊത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്ക് ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നൽകുന്ന മെസ്സേജ്. അതുപോലെ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് വരികയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതോ ഒരു സാഹചര്യത്തിൽ പെട്ടുകിടന്ന ആളുകളെയാണ് കാണാൻ പറ്റുന്നത്. ശരിക്കും ഒരിക്കലും ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിച്ച് നിങ്ങൾ പൂർണ്ണമായും ആ ഒരു സാഹചര്യത്തെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതായത് അതൊന്നെങ്കിൽ ഒരു കരിയർ സംബന്ധമായൊരു കാര്യമാവാം, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടിയും ഹാപ്പിനെസ്സോടു കൂടി തുടങ്ങി വെച്ച ഏതെങ്കിലും ഒരു തൊഴിൽ സംബന്ധമായ ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മൂവ് ഓൺ ഇല്ലാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു ഫലം ലഭിക്കാതെ നിങ്ങൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നിട്ട് പോലും നിങ്ങൾ അതിൽ കിടന്ന വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു റീബർത്ത് വരുന്നു. ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചിങ് വരുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇനി നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിളിങ്ങിനോ, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് തുടങ്ങിയ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ്, നിങ്ങൾ ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം ഏറ്റവും നല്ല രീതിയിൽ നീതിബോധത്തോടുകൂടി നീതിയോടുകൂടി നിങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഊർജ്ജസ്വലമായി നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളുടെ കൈകളിലേക്ക് ഇനി എത്തിച്ചേരും. അതൊരു കരിയർ സംബന്ധമായിട്ടാണ്. അതായത് ചിലപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞ വ്യക്തികളാവാം. ഇനി നിങ്ങൾക്ക് അതിങ്ങോട്ട് മുന്നോട്ടേക്ക് അതൊരു ഓപ്പണിംഗ് ആയി കഴിഞ്ഞു. ആ ഒരു തകർച്ച അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ട് പോകാൻ സാധിക്കാതെ ബ്ലോക്കേജ് വന്ന് നിന്ന സാഹചര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ വളരെ സ്ട്രെങ്തും ശക്തിയും, അതായത് നിങ്ങളുടെ മനസ്സിലുള്ളതല്ല നിങ്ങൾ പുറമെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആ ഒരു സാഹചര്യം,
ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലീനെ നിങ്ങൾ വളരെ കെയറിങ് ചെയ്തിരുന്നു. നിങ്ങൾ ഒരിക്കലും അത് പ്രകടമാക്കിയിരുന്നില്ല നിങ്ങളുടെ ഒരു അവസ്ഥയെ. അതായത് നിങ്ങൾ ഒരുപാട് പിരിമുറുക്കവും റിസ്ക്കും, അതായത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഒരിക്കലും ആ ഒരു സാഹചര്യം അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിന് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ റെസ്റ്റ് എടുത്ത്, അതായത് ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കാണും. ഫാമിലിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ സന്തോഷത്തോടു കൂടി ഇരുത്താൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത വ്യക്തികളാവാം. ആരോടും പറയാതെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പിരിമുറുക്കവും കഷ്ടതയും അതുപോലെ നിങ്ങളുടെ കൈകളിൽ ഇല്ലേലും ഉണ്ട് എന്ന് പ്രകടിപ്പിച്ച് നിങ്ങളുടെ കൂടെയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടന്നു എങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സൽ പറയുന്നത് നിങ്ങൾക്കിനി മുതൽ അങ്ങോട്ടേക്ക് ഒരു റിലാക്സായിട്ട് വളരെ സമാധാനമായിട്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കിനി ഒരു ജസ്റ്റിസ് കിട്ടുകയാണ്, നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു റിലാക്സായിട്ട്, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വരുമാനം വെച്ച് നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയോ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് കെയറിങ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്കൊരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു ചേഞ്ചിങ് ഇനി അങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു കഷ്ടതയും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി സാമ്പത്തികമായൊരു ഭദ്രത വരുന്നു എന്ന് തന്നെ ആവാം യൂണിവേഴ്സ് നമ്മൾക്ക് നൽകുന്ന ആ ഒരു മെസ്സേജ്. അതുപോലെ തന്നെ വളരെയധികം ഇൻഡ്യൂഷൻ, അതായത് നല്ലപോലെ പ്രാർത്ഥന, പ്രെയർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ വളരെയധികം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. അതായത് ഇമോഷണലി നിങ്ങളെ ഇനി ആർക്കും തകർക്കാൻ വയ്യാത്ത വിധം നിങ്ങൾ നല്ല സ്ട്രെങ്ത് ആയി കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളിനി പവർഫുള്ളായിട്ട് വളരെ ശക്തിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്ര തുടങ്ങാം. നിങ്ങളെ ഉപദേശിക്കാനും സ്നേഹിക്കാനും അതുപോലെ നിങ്ങളെ കെയറിങ് ചെയ്യാനും നിങ്ങൾക്കൊരു സാമ്പത്തിക ബ്ലോക്കേജ് ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാവാം. ആ ഒരു സാമ്പത്തിക ബ്ലോക്കേജുകളെയൊക്കെ നിങ്ങൾക്കിനി മറികടക്കാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഇനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വിവാഹങ്ങളൊക്കെ നടക്കാതെ വളരെ ബുദ്ധിമുട്ടി സ്റ്റക്കായിട്ട് നിന്ന, അതായത് ചിലപ്പോൾ ഒരു ജോലി സാമ്പത്തികമൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾക്ക് വിവാഹമൊക്കെ ഒരുപാട് താമസിച്ച്, അതായത് ഇച്ചിരി ഏജ്ഡ് ആയ വ്യക്തികളെ 40യുടെ മേളിലേക്ക് 40 വയസ്സിനൊക്കെ മുകളിലേക്കുള്ള ആളുകളെയാണ് നമുക്ക് കാണുന്നത്. അവരുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വിവാഹം കാര്യങ്ങളൊക്കെ താമസിച്ച്, അതായത് ജോലി സംബന്ധമായ പ്രോബ്ലം കൊണ്ടോ സാമ്പത്തിക ഭദ്രതയില്ലായ്മ കൊണ്ടോ ഒക്കെ താമസിച്ച് നിന്ന വ്യക്തികളിലേക്ക് നല്ല ഒരു കുടുംബം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ ഒരു സമയമായി, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു ടൈമിംഗ് ആയി നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നെന്നും അതുപോലെ ഒരു വിവാഹം, ഒരാഘോഷം, സന്തോഷമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് നൽകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും, അതായത് ഒരുപാട് ഒറ്റപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത ഒരു വിധം ഏജ്ഡ് ആയ വ്യക്തികളെ, ചിലപ്പോൾ വിവാഹം സെക്കൻഡ് മാര്യേജിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുമാവാം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും ഒരു വ്യക്തി എത്തിച്ചേരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും ഒത്തുചേർന്ന് വളരെ വലിയൊരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങളുടെ കൈക്കുള്ളിൽ നിർത്താൻ പറ്റുന്നു. സമൃദ്ധിയും സന്തോഷവും ഒക്കെയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. കരിയർ സംബന്ധമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്നവരാവാൻ, ജോലിക്കായിട്ടൊക്കെ ശ്രമിച്ചിട്ട് കിട്ടാതെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച വ്യക്തികളുണ്ടാവാം. അപ്പോൾ ഇനി മുന്നോട്ടേക്ക് നിങ്ങളുടെ ഒരു ജീവിതം കാണിച്ചു തരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നും ഇമോഷണലി നിങ്ങൾ
ഏറ്റവും നല്ല പവർഫുള്ളായ ഒരു വ്യക്തിയായിട്ട് നിൽക്കുമെന്നും മറ്റുള്ളവരെ നിങ്ങൾക്ക് ഇമോഷണലി ഇനി കൺട്രോളിങ് ചെയ്യാമെന്നും അതുപോലെ നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു മദർ ഫേസോട് കൂടി, അതായത് ഒരു മദറിൻ്റെ കെയറിങ്, അതിനെ മെയിലായാലും ഫീമെയിലായാലും ഒരു മദറിൻ്റെ കെയറിങ് ആർക്കും നൽകുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടതായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാവരോടും വളരെ അനുകമ്പയും സ്നേഹവും എല്ലാവരുടെ അവസ്ഥകളെ ഏതു സാഹചര്യത്തെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും ചേർത്ത് പിടിക്കാനും മനസ്സുള്ള വ്യക്തികളായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു സഹായമോ ഒരു ബുദ്ധിമുട്ടോ ഒരാൾ പറഞ്ഞു വന്നാൽ നിങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് കേൾക്കുക മാത്രമല്ല അതിനൊരു പരിഹാരം, ഒരു സൊല്യൂഷൻ കാണുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം നിറഞ്ഞ മനസ്സോടെ എന്തിനേയും ഉൾക്കൊള്ളുന്ന, എന്തിനേയും ചേർത്ത് പിടിക്കാൻ കഴിവുണ്ടായിരുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു മാറ്റം യൂണിവേഴ്സ് നൽകാൻ പോകുന്നത്. കാരണം ഒരു നന്മ നിങ്ങളിലുണ്ടെങ്കിൽ 100% എപ്പോഴെങ്കിലും നിങ്ങളിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്തൊരു പ്രകാശം വന്നു ചേരും എന്ന് പറഞ്ഞതുപോലെ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇമോഷണലി വളരെ ഹാപ്പിനെസ്സോടും കരിയറിനെ ആണെങ്കിലും നിങ്ങളുടെ ഏത് സാഹചര്യത്തെ ആണെങ്കിലും നിങ്ങളുടെ കൈകൾക്കുള്ളിൽ വളരെയധികം പ്രഷ്യസ് ആയിട്ട് വളരെയധികം കൺട്രോളോടുകൂടി ഹാപ്പിനെസ്സോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതായത് ഐക്യവും പരസ്പരം സന്തുഷ്ടമായൊരു ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വ്യക്തിയുടെ വരവിനെയും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു ഡേറ്റിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. അതായത് നിങ്ങൾക്ക് തുല്യമായ വ്യക്തി, വളരെ ആകർഷണം തോന്നുകയും നിങ്ങളോട് തുല്യമായ നിങ്ങളുടെ അതേ ക്യാരക്ടറും നിങ്ങളുടെ അതേ ആ ഒരു ഡെസ്റ്റിനി തന്നെയുള്ളൊരു വ്യക്തിയുടെ സാന്നിധ്യവും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. വളരെ ഹാപ്പിനെസ്സാണ്, ഊർജ്ജസ്വലമായൊരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങളെ സമ്മാനിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട്, അതായത് നിങ്ങളുടെ സോൾമേറ്റുമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്ക് അവരെ നിങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുകയും നിങ്ങൾ മതിമറന്നൊരു സ്നേഹം, അതായത് നിങ്ങളെ വിട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയ വ്യക്തി, വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ഒരു വ്യക്തി നിങ്ങൾ എത്രത്തോളം സെൽഫ് ലവ് ചെയ്തോ അത്രത്തോളം വേഗതയിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് കാണിക്കുന്നത്. അതായത് മറ്റൊരു സിറ്റുവേഷൻ, ചിലപ്പോൾ അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയിലേക്ക് പോയ ആളാവാം, അതല്ലെങ്കിൽ കരിയർ സംബന്ധമായ ഒരു സക്സസ്സും ആഗ്രഹവും ഒക്കെ പ്രതീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നും മാറി നിന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രതയില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളിൽ നിന്നും മാറി നിന്ന വ്യക്തിയാവാം. ചിലപ്പോൾ ഒരു ഗ്രഹം, ഒരു വീടും മറ്റും ഇല്ലാതിരിക്കുന്ന വ്യക്തികളും അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയും ചില ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കും. കാരണം അവർക്ക് അവരുടെ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറി നിന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പുറത്ത് നിങ്ങളിൽ നിന്നും മാറി നിന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ഭദ്രത, നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം ഒരുപാട് കൺഫ്യൂഷനും ടെൻഷനും എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാതെ സ്റ്റക്കായിട്ട് നിന്ന ആളുകളുണ്ട് നമ്മുടെ ഈ ഒരു എനർജിക്കുള്ളിൽ. കരിയർ സംബന്ധമായിട്ടൊക്കെ ഒരു വിജയം കൈവരിക്കാൻ ശ്രമിച്ചിട്ടും പരാജയങ്ങളും സാമ്പത്തിക നഷ്ടവും, അതായത് ബിസിനസ്സൊക്കെ ചെയ്തിട്ടും ഒരു കാരണവശാലും മുന്നോട്ട് ഉയരാൻ പറ്റാതെ കൺഫ്യൂഷൻ സ്റ്റക്നെസ്സിൽ നിന്ന ആളുകൾ, ശരി തെറ്റ് എങ്ങനെയാണ് ഇതിനെ മൂവിങ് ചെയ്യിക്കേണ്ടത്, ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനും പ്രോബ്ലംസും മാനസികമായ ഒരുപാട് പിരിമുറുക്കങ്ങളോടുകൂടി നിന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് സാമ്പത്തികമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങളിലേക്ക് ഒഴുകുകയാണ്, നിങ്ങളെ തേടി ഇനി സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത്, അതായത് സാമ്പത്തികം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ
മണി അഫർമേഷനൊക്കെ നല്ല മനസ്സോടുകൂടി ചെയ്യുന്നവരുടെയൊക്കെ ഫലമാണ്. കാരണം ഈ മണി അഫർമേഷൻസ് ചെയ്യാൻ പറഞ്ഞതും പ്രാർത്ഥനയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ 1 2 അല്ലെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ചെയ്തിട്ട് നമ്മളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മളത് സ്ഥിരമായൊരു നിത്യേനയുള്ളൊരു പ്രെയർ പോലെ ആ മണി അഫർമേഷനെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം. അതെപ്പോഴും നമ്മുടെ ഒരു ജോലി ചെയ്യുമ്പോഴും യാത്രകളിലും എല്ലാം ആ അഫർമേഷൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും പറയുക. അതായത് ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരു മന്ത്രമാകുമ്പം അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾക്ക് പറയാൻ പറ്റാത്തതിനും അപ്പുറം എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. നമ്മളത് വളരെ ആത്മാർത്ഥതയോടെ നിറഞ്ഞ മനസ്സോടെ ചെയ്താൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന മണി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് അത് നിങ്ങളിലേക്ക് തന്നെ ഒഴുകാൻ തുടങ്ങും. അപ്പം കുറേ വ്യക്തികളിൽ സാമ്പത്തിക ഭദ്രത, വിജയം ഇതൊക്കെ 100% എത്തിച്ചേർന്നിരിക്കുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ കുറച്ച് നഷ്ടങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു യാത്രാ സംബന്ധമായ കാര്യത്തിലൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വന്ന് ഇമോഷണലി, അതായത് ഒരു ആൻസൈറ്റി ഡിപ്രഷൻ മൂഡിലേക്കുമൊക്കെ നിൽക്കുന്ന വ്യക്തികൾ, ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്ലെസ്സിങ്സ് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് മാറ്റം വരുന്നു. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ നിൽക്കുന്നത്, ചിലപ്പോൾ ഒരു വീട് മാറുക, വീടിൻ്റെ ബിസിനസ് കച്ചവടം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരിലേക്കും ആ ഒരു സാഹചര്യം എത്തിപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ സാമ്പത്തികമായ കുറച്ച് നഷ്ടങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവർ, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് സാമ്പത്തികമായ അർപ്പണബോധത്തോടു കൂടി സാമ്പത്തികത്തെ കൈകാര്യം ചെയ്തിട്ടും നഷ്ടങ്ങൾ വന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച ബെനിഫിറ്റ് ലഭിക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ 100% നിങ്ങൾക്ക് സക്സസ്സും വിജയവുമാണെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് മുന്നിൽ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഒരുപാട് അവസരങ്ങളാണ്, ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ ഏത് സെലക്ട് ചെയ്യുക എന്നത് നിങ്ങളുടെ കഴിവാണ്. ഏറ്റവും പോസിറ്റീവായതും ഏറ്റവും പ്രഷ്യസ് ആയതുമായ കാര്യത്തെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏഞ്ചൽസ് യൂണിക്കോൺ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നൽകിയിരിക്കുന്നത് സർപ്രൈസ് എന്നാണ് കേട്ടോ. ഇന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്കായി നോക്കുക. ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് ലഭിക്കുന്നു എന്നാണ് നമുക്ക് യൂണിക്കോൺ പറയുന്നത്. ജീവിതത്തെ പുതുമയുള്ളതും രസകരവുമാക്കുന്ന ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഈ കാർഡ് തിരഞ്ഞെടുക്കുന്നത് സൂചിപ്പിക്കുന്നത് യൂണിക്കോണുകൾ ഇന്ന് നിങ്ങൾക്കായി അപ്രതീക്ഷിതമായി എന്തെങ്കിലും ചെയ്യുന്നു എന്നാണ്. അതുകൊണ്ട് ആസ്വദിക്കുക. അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു കാര്യത്തെ നിങ്ങൾ ആസ്വദിക്കുക എന്നാണ്. ആർക്കേഞ്ചൽ മൈക്കിളാണ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ്. ലോകത്തെ സഹായിക്കാൻ സത്യത്തിൻ്റെ വാൾ ഉപയോഗിക്കുന്ന മാലാഖയാണ് ആർക്കേഞ്ചൽ മൈക്കിൾ. അപ്പോൾ ഈ കാർഡ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങളെക്കാൾ ദുർബലരായ ആരെയെങ്കിലും സഹായിക്കുന്നതിന് യൂണിവേഴ്സ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ യൂണിക്കോൺ നിങ്ങളിലേക്ക് സമഗ്രതയും ധൈര്യവും നിർണായകതയും പ്രകാശിപ്പിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ശക്തിയിൽ നിലകൊള്ളുകയും സത്യസന്ധതയോടെ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ദിവസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സർപ്രൈസ് യൂണിവേഴ്സിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. പ്ലസ് നിങ്ങൾ ഇന്ന് ആരെയെങ്കിലും, ഒരു വ്യക്തിയെങ്കിലും ഒരു നേരത്തെ ആഹാരമെങ്കിലും നൽകി സഹായിക്കുക എന്നാണ് നിങ്ങളോട് യൂണിക്കോൺ പറയുന്നത്. അതുപോലെ എല്ലാവർക്കും എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ തിരുവോണാശംസകൾ. ഗോഡ് ബ്ലെസ് യു.